ബോക്സ് അയക്കുമ്പോൾ ഇത് ഇത്രയും കുറേ സാധനങ്ങളുണ്ടാവും. ഇത് മെയിൻ ഷാഫ്റ്റാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൗണ്ടിൻ്റെ ഉള്ള കാരണം കേട്ടോ. ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതായത് നമ്മളെ സിലോറിയുടെ ഗിയർ ബോക്സിൻ്റെ പണി തമ്മിലുള്ള പോലെ ഗിയർ ബോക്സിൻ്റെ പണിയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെയുള്ളത്, എന്തൊക്കെ ഷാഫ്റ്റുകളുള്ളത്, ആ സൗണ്ടാണ് അതിൻ്റെ പ്രോബ്ലം. ഗിയർ ബോക്സിൽ സൗണ്ടാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒരു കുറച്ച് അധികം നേരമൊന്നുമില്ല, ചെറിയൊരു വീഡിയോ. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ്ട നമ്മുടെ കൗണ്ടർ ഷാഫ്റ്റ് എന്ന് പറയുന്ന സംഭവം കണ്ട. ഇതിൽ കണ്ട ഈ പല്ല് ഇതേപോലെ ഒരു ടീത്ത് പൊട്ടിപ്പോയി ഗിയറിൻ്റെ. ഇതിൻ്റെ ഒരു തെറ്റം പൊട്ടിപ്പോയി, ഇവിടെയും പൊട്ടി. ഇതുകൊണ്ടാണ് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ സൗണ്ട് വന്നത്. ഇതൊക്കെയാണ് ഗിയർ ബോക്സിൻ്റെ കവറ്. ഗിയർ ബോക്സ് അയക്കുമ്പോൾ ഇത് ഇത്രയും കുറേ സാധനങ്ങളുണ്ടാവും. ഇത് മെയിൻ ഷാഫ്റ്റാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൗണ്ടിൻ്റെ ഉള്ള കാരണം കേട്ടോ. നമ്മളെ പുതിയ ടോപ്പർമാനാടാ ഇത് കുഞ്ഞൻ. ഇവനെ 2 ദിവസമായിട്ടുള്ളോ നമ്മുടെ കൂടെ. നമ്മുടെ എഞ്ചിൻ സെറ്റ് തന്നെ ടേബിളിനടിയിൽ കൂടുപോലെ സെറ്റ് ചെയ്തൊക്കെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് നേരത്തെ കൗണ്ടർ ഷാഫ്റ്റ് ഞാൻ കാണിച്ചു തന്നു, പല്ല് പൊട്ടിയതൊക്കെ. പിന്നെ ഇനി നമ്മൾ മെയിൻ ഷാഫ്റ്റ് പഠിച്ചോളാം. 2 തരം ഷാഫ്റ്റാണ് ഗിയർ ബോക്സിലുണ്ടാവുക. കൗണ്ടർ ഷാഫ്റ്റും മെയിൻ ഷാഫ്റ്റും. അല്ലെങ്കിൽ കൗണ്ടർ ഷാഫ്റ്റ് അല്ലെങ്കിൽ ലേ ഷാഫ്റ്റ് എന്ന് പറയും. പിന്നെ മെയിൻ ഷാഫ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ സെലക്ഷൻ ഷാഫ്റ്റ് എന്ന് പറയും. അതില് ഈ വീലുകൾ ഇതൊക്കെ കാണുന്നത് ഈ കൗണ്ടർ ഷാഫ്റ്റിൽ അല്ല മെയിൻ ഷാഫ്റ്റിൽ സെറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതേപോലെ നമ്മള് മെയിൻ ഷാഫ്റ്റിൽ കാണുന്ന ഏറ്റവും വലിയ ഗിയറാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ എന്നൊക്കെ പറയില്ലേ, ആ ഓർഡറിൽ വരുന്നത്. അതായത് 1 ഏറ്റവും വലുത്, അപ്പൊ 5 ഏറ്റവും ചെറുത്. അങ്ങനെയാണ് ആ ഓർഡറിൽ വരുന്നത്. കൗണ്ടർ ഷാഫ്റ്റിൽ വരുമ്പോ ആ സാധനം നേരെ റിവേഴ്സ്. അതായത് വലുതെന്ന് പറയണത് 5 ആയിരിക്കും, ചെറുതെന്ന് പറയണത് 1 ആയിരിക്കും കേട്ടോ. അപ്പൊ ആ ഒരു വ്യത്യാസം, ആ ഗിയർ ട്രെയിനിന്റെ വ്യത്യാസമാണ് കൗണ്ടർ ഷാഫ്റ്റിലും മെയിൻ ഷാഫ്റ്റിലുള്ളത്. പിന്നെ മെയിൻ ഷാഫ്റ്റിലാണ് നമ്മൾ കൈ കൊണ്ട് ഗിയർ വീശടിയില്, അതൊക്കെ ഈ മെയിൻ ഷാഫ്റ്റിലാണ് നടക്കുന്നത്. പിന്നെ മെയിൻ ഷാഫ്റ്റിൽ നമുക്കറിയാം, നമ്മൾ സെലക്ഷൻ ഓരോ ഗിയർ നമ്മൾ ഇടണം. അതായത് 1-ന്ന് 2-ലേക്ക് പോകണം, 2-ന്ന് 3-ലേക്ക് പോകണം. അങ്ങനെ നമ്മൾ സെലക്ഷൻ ചെയ്യണത് ഈ സാധനം കൊണ്ടാണ്. ഇതിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ വർക്ക് ചെയ്യണം. ഞാൻ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചത്. ഇതിലേക്ക് ഇങ്ങനെ വർക്ക് ചെയ്യണതാണ് ഗിയർ സെലക്ഷൻ വരുന്നത്. ഇതിനെ പറയണത് ക്ലച്ച് ഡോഗ് എന്നാണ് പറയാ, അല്ലെങ്കിൽ സെലക്ടർ എന്ന് പറയും. അതാണ് ഈ സാധനം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എത്ര ഗിയർ ഉണ്ടോ അതിനനുസരിച്ചുള്ള സെലക്ഷൻ ഉണ്ടാവും. ഇതിപ്പോ എന്ന് പറയുന്നത് നമ്മുടെ 3rd ഗിയറിന്റെ സെലക്ഷനാണ്. അതേപോലെ ഓരോ ഗിയറിനും ഓരോ സെലക്ഷൻ ഉണ്ടാവും. 2 ഗിയറിന് ഒരു സെലക്ഷൻ വെച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെന്താ, ഇതാണ് ഈ കാണുന്നതാണ് സിംഗണൈസർ റിങ്. സ്വർണ്ണമല്ല, ബ്രാസിന്റെ ആണ് കേട്ടോ സിംഗണൈസർ റിങ്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വീലുകൾ കേട്ടോ. വേണ്ട ഇങ്ങനെ ഓരോന്ന് വലുത് തൊട്ട് ചെറുത് വരില്ലോ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെലക്ടർ ജസ്റ്റ് പരിചയപ്പെടുത്തി തരാടാ. ഇതിപ്പോ ഫുള്ള് സെറ്റിങ് ഇങ്ങനെ കാണിക്കലല്ലോ. നമ്മളെ കൂടുതലും സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് പഠിക്കണ കുട്ടികളാണ്. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ IT ഒക്കെ പഠിക്കണം. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പറയുന്നത് ഇതാണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ ഗിയർ, ടോപ്പ് ഗിയർ എന്നൊക്കെ പറയും. പിന്നെ ഈ ടോപ്പ് ഗിയറിന് സ്പ്ലൈൻസ് കണ്ടോ. അപ്പൊ ഇതിനെ ടോപ്പ് ഗിയർ എന്ന് മാത്രമല്ല ക്ലച്ച് ഷാഫ്റ്റ് എന്നും പറയും. ഇതാണ് നമ്മുടെ ക്ലച്ചിലേക്ക് പോകുന്നത്. ഗിയർ ബോക്സിലേക്കുള്ള ഇൻപുട്ട് ഷാഫ്റ്റ് ആണ് ഇത് കേട്ടോ. അതായത് എഞ്ചിനിൽ നിന്ന് ഗിയർ ബോക്സിലേക്ക് വരുന്ന പവർ കൊടുക്കുന്ന ഷാഫ്റ്റാണ് ഈ ഷാഫ്റ്റ്. അത് നമ്മൾ ഇത് ക്ലച്ച് ഡിസ്ക്, ഇവിടെ ക്ലച്ച് ഡിസ്ക് ഉണ്ടാവും. ക്ലച്ച് ഡിസ്കിലാണ് ഈ ഗിയർ ബോക്സ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഡ്രൈവിംഗ് ഷാഫ്റ്റ്, ക്ലച്ച് ഷാഫ്റ്റ് അതൊക്കെ പറയും. ടോപ്പ് ഗിയർ അതൊക്കെ പറയും കേട്ടോ. എല്ലാം സെയിം തന്നെ ഇതൊക്കെ. പിന്നെ ഓരോ ഗിയറുകൾക്ക് നീഡിൽ ബയറിങ് വർക്ക് ചെയ്യാൻ വേണ്ടി ബയറിങ്ങുകൾ ഉണ്ടാവും. അതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങള്.
പിന്നെ ഇതാണ് സെലക്ടർ ഫോർക്കുകൾ. അതായത് ഈ നമുക്കറിയാം ഈ സ്ലീവിലേക്ക് ഇങ്ങനെ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സെലക്ഷൻ കൊടുക്കണത് ഇതാണ്. ഇതിങ്ങനെ ഇരിക്കും, എന്നിട്ട് ഇങ്ങോട്ട് പോവും, ഇങ്ങനെ പോവും. അപ്പോൾ ഓരോ ഗിയർ അനുസരിച്ച് സെലക്ഷൻ കൊടുക്കണ സെലക്ടർ ഫോർക്കുകളാണ് അത്. പിന്നെ നമുക്കറിയാം ഒരു തിരിയണ സാധനങ്ങൾ വരുമ്പോൾ ആ 2 ഷാഫ്റ്റ് വരും. അപ്പോൾ 2 ഷാഫ്റ്റിന് 2 തലയ്ക്ക് 2 ബെയറിങ് വേണം. 2 ബെയറിങ് വെച്ചിട്ട് അപ്പോൾ 4 ബെയറിങ് ഉണ്ടാവും. അപ്പോൾ ആ ബെയറിങ്ങുകളാണ് ഈ സാധനങ്ങൾ. റോളർ ബെയറിങ്ങുകൾ വരും, റോളറും ബോളൊക്കെ വരും. ബോൾ ബെയറിങ്, റോളർ ബെയറിങ്, ഈ സാധനങ്ങളൊക്കെ വരും. അപ്പോൾ പിന്നെ ഇതാണ് നമ്മുടെ ഗിയർ ബോക്സിൽ നിന്നാണ് നമുക്ക് സ്പീഡ് കൊടുക്കുന്നത് വണ്ടിക്ക്. അപ്പോൾ നമുക്കറിയാം ഗിയർ ബോക്സിലെ സ്പീഡോമീറ്ററിൻ്റെ പിനിയനാണ് ഉണ്ടാവുക. അല്ല, ഇത് ക്രൗണ് പിനിയൻ ഇതിൻ്റെ ഉള്ളിലാട്ടാ. ഇത് കണ്ട ഇതിലേക്ക് ഇങ്ങനെ കപ്ലിംഗ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഗിയർ ബോക്സ് തിരിയനുസരിച്ച് ഇതിലാണ് സ്പീഡോമീറ്ററിൻ്റെ കേബിൾ വരാം. അപ്പോൾ ഇത് ക്രൗണ്, ഇത് പിനിയണ്ടാ ഏത് സ്പീഡോമീറ്ററിൻ്റെ. അപ്പോൾ അതൊക്കെയാണ് ഗിയർ ബോക്സിന് മൊത്തം ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ ഇതാണ് ഗിയർ ബോക്സിൻ്റെ കവറ്. ഇത് 40 ഗിയർ ബോക്സ് ആണ് കേട്ടോ. നമ്മുടെ ടാറ്റ എസിലോറിയുടെ 40 ഗിയർ ബോക്സ്. എസിലോറിക്ക് 40 ഗിയർ ബോക്സ് വരുന്നുണ്ട്, 60 ഗിയർ ബോക്സും വരുന്നുണ്ട് കേട്ടോ. അതൊക്കെയാണ് കാര്യങ്ങള്. പിന്നെന്താ, ഇതാണ് ഗിയർ ബോക്സിന്റെ ടോപ്പ് കവർ. ഇങ്ങനെയാണ് നമുക്ക് ഫുൾ ഫിറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഷാഫ്റ്റിന്റെ സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മെയിൻ ഷാഫ്റ്റ്. ഇതിലേക്കാണ് ഈ സാധനങ്ങൾ, ഈ വീലുകൾ ഫുള്ള് ഇതിലേക്ക് നമ്മൾ ഈ സ്പ്ലൈൻസ് കണ്ട ഈ സ്പ്ലൈൻസിൽ നമ്മളിങ്ങനെ ഇറക്കി വയ്ക്കുക ചെയ്യാം. അത് ഇതിൻ്റെ ഉള്ളിൽ വീല് വെച്ചിട്ട് നമ്മൾ ഈ ഷാഫ്റ്റ് കയറ്റുക ചെയ്യുക. അപ്പോൾ ഇതാണ് റിവേഴ്സ് ഗിയർ, ഇത് ഫസ്റ്റ് ഗിയർ, ഇത് സെക്കൻഡ് ഗിയർ, ഇത് തേർഡ് ഗിയർ, ഇത് ഫോർത്ത് ഗിയർ, ഇത് ഫിഫ്ത്ത് ഗിയർ. ഇതാണ് നമ്മളെ ക്ലച്ച് ഷാഫ്റ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ഷാഫ്റ്റ് എന്നൊക്കെ പറയും ഗിയർ ബോക്സിന്റെ. ഇത് നമ്മുടെ എഞ്ചിനിലേക്കാണ് പോകണം കേട്ടോ. ഇതാണ് ക്ലച്ച്. ഇത് ഇതിലേക്ക് കയറുക ചെയ്യാം. ഇതാണ് ക്ലച്ച് ഡിസ്ക്. അപ്പോൾ എഞ്ചിൻ തിരിയുമ്പോൾ ഇതിങ്ങനെ ഇത് തിരിയും. അപ്പോൾ ഈ ക്ലച്ച് ഡിസ്എൻഗേജ് ചെയ്യുമ്പോൾ ഗിയർ ബോക്സിലേക്ക് കണക്ഷൻ പോവും, ഈ ഡിസ്ക് മാത്രം തിരിയും. അല്ലെങ്കിൽ എഞ്ചിന് ഫ്ലൈ വീൽ ഞാൻ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു ഒരു 2 ദിവസം മുന്നേ. 2 ദിവസം മുന്നല്ലേ, ഇത് ഇടുമ്പോൾ എത്ര ദിവസം അറിയില്ല. അതിന് ഞാൻ കുറച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മളെ പ്രഷർ പ്ലേറ്റ് അതിനെ വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ അത് വർക്ക് ചെയ്യുമ്പോൾ ഡിസ്എൻഗേജ് ചെയ്യുമ്പോൾ ഗിയർ ബോക്സിലേക്ക് കണക്ഷൻ പോകും. അങ്ങനെയാണ്ടാ. അപ്പോൾ ഇതാണ് ക്ലച്ച് ഷാഫ്റ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ഷാഫ്റ്റ് എന്നൊക്കെ പറയും ഗിയർ ബോക്സിനാണ്. അതിൻ്റെ ക്ലച്ച് ഡിസ്ക്. അപ്പോൾ അത് നമ്മുടെ പൊട്ടി കൗണ്ടർ വീലുകളാട്ടെ 2 എണ്ണം. ഇത് 2 എണ്ണം പുതിയത് മാറ്റി നമ്മളിത് കൗണ്ടർ വീല് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് കൗണ്ടർ ഷാഫ്റ്റ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കൗണ്ടർ ഷാഫ്റ്റ് കണ്ടോ. ഇതിൻ്റെ മുകളിലാണ് മെയിൻ ഷാഫ്റ്റ് വരാം കേട്ടോ. ഇതാണ്ടോ നമ്മളത് സെറ്റ് ചെയ്താണ്. ഇനി ടോപ്പിലത്തെ കവറും കൂടി പിടിപ്പിക്കുകയാണല്ലോ. ഇപ്പം നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ട് വെച്ചാക്കാം. അപ്പോൾ നമുക്കറിയാം എഞ്ചിൻ ലെഫ്റ്റിലേക്ക് തിരിയാം. ഇവിടെ നോക്ക്, ഇത് എഞ്ചിൻ്റെ ഭാഗം. ഇത് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ ഇവിടെ ഗിയർ ബോക്സ് ബാക്കിലേക്ക് തിരിയാണോ. ഇതെവിടെ കാണിക്കണം. ഇതാണ് റിവേഴ്സ് ഗിയറിൻ്റെ ഇത്. ഇപ്പം ഞാൻ ലെഫ്റ്റിലേക്ക് തിരിക്കണേ. ഇപ്പോൾ ഫ്ലാഞ്ച് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റിലേക്ക് കണക്കാണ് ഭാഗം കേട്ടോ. അതായത് നമ്മൾ ഡിഫറൻഷ്യലിലേക്ക് പോകുന്നത് കണ്ടോ. ഞാൻ ലെഫ്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഇത് റൈറ്റിലേക്ക്, അതായത് ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസാണ് തിരിക്കണത്. ക്ലോക്ക് വൈസാണ് തിരിയണത്. അതാണ് റിവേഴ്സ് ഗിയറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അതാണ് കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ടോപ്പ് വയ്ക്കുക, ഗിയർ ലൂർ പിടിപ്പിച്ചിട്ട് ഞാൻ ഗിയറൊക്കെ ഇവിടെ തന്നെ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്ടാ സെലക്ടറുകൾ. ഇതിലാണ് നമ്മൾ ഓരോ ഗിയറും സെലക്ട് ചെയ്യണത് കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് നമ്മൾ ലിവർ അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കുമ്പോൾ ഇത് ഇങ്ങനെയാവും, ഇങ്ങനെയാവും കേട്ടോ. ഇതിലാണ് നമ്മൾ സെലക്ട് ചെയ്യണത് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ പിടിപ്പിച്ചു കേട്ടോ. അതാണ് നമ്മളെ ഡ്രൈവർ ഓപ്പറേറ്റ് ചെയ്യണത് കേട്ടോ. അപ്പൊ ഇതിലാണ് നമ്മളിങ്ങനെ ഗിയർ ഇടാ. അപ്പൊ അങ്ങോട്ട് തള്ളിയിട്ട് ഫ്രണ്ടിക്ക് റിവേഴ്സ് കേട്ടോ. ഇപ്പൊ നമ്മുടെ ഈ ആന്റി ക്ലോക്ക് വൈസ് തിരിക്കണം. അപ്പൊ ക്ലോക്ക് വൈസ് തിരിയുണ്ട്. അപ്പൊ അത് റിവേഴ്സ് കേട്ടോ. ന്യൂട്രാക്കി ഇങ്ങോട്ടാക്കിയിട്ട് ബാക്ക്. ഇതാണ് ഫസ്റ്റ് ഗിയർ കേട്ടോ. അത് ന്യൂട്രാക്കി സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, 5 ഗിയറുള്ളൂടാ. പുതിയ പറഞ്ഞ സിലോറിക്ക് 6 ഗിയർ.
5 ഗിയർ പഴയ ഗിയർ ബോക്സ് ആണ്. അപ്പൊ അതാണ് ഇതിന്റെ കളി. ഇങ്ങനെയാണ് ഇപ്പൊ ഗിയർ ബോക്സ് വർക്ക് ചെയ്യണത്. ഇത് നമ്മളെ ഈ ഗിയർ ലിവറൊക്കെ ഊരി വെച്ചിട്ട് ഗിയർ ബോക്സ് കയറ്റിട്ട് മുകളിൽ നിന്ന് ഇറക്കാൻ ചെയ്യാ. ഗിയർ ലിവർ ഇതിങ്ങനെ ഊരാൻ പറ്റും മുകളിലേക്ക്. അതെ ഇതിന്റെ ഗിയർ ലിവർ ഇതിങ്ങനെ ഊരാ. ഇത് നമ്മളിങ്ങനെ വെക്കും. ഇത് കയറ്റിട്ട് നമ്മളെ ഗിയർ ലിവർ മുകളിൽ നിന്ന് ഇറക്കാൻ ചെയ്യാടാ. കയറ്റാം. മനസ്സിലായി. നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ടോ? അതായത് നമ്മള് വണ്ടി ഓടിച്ചോക്കാൻ പോവാ. ഇനി ഓടിച്ചു നോക്കിയിട്ട് നമ്മുടെ വീഡിയോ സമാപിക്കാട്ടാ. അപ്പൊ എസ് ലോറി സ്റ്റാർട്ട് ആയിട്ടാ. കുറയ്ക്കുന്ന സൗണ്ട് നമ്മുടെ വീഡിയോ സമാപിക്കാൻ നേരമില്ല. നമ്മളെ വണ്ടി ഓടിച്ചു നോക്കി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ഡ്രൈവ് അടിച്ചു, കാര്യങ്ങളൊക്കെ അടിച്ചു. പിന്നെന്താ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം. പറ്റാവുന്ന പോലെ ഞാൻ റിപ്ലൈ തരും. പിന്നെ കുറേ അനിയന്മാർ നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ഓരോ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറേ കൂടുതലും ഈ എഞ്ചിനീയറിംഗ് IT ഒക്കെ പഠിക്കുന്ന പിള്ളേരാട്ടാ. അതായത് മെക്കാനിക്കിനോട് കൂടുതൽ താല്പര്യമുള്ള പിള്ളേരാണ്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണാടാ, ഇങ്ങനത്തെ വീഡിയോസൊക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ. ഇൻസ്റ്റൈഡൊക്കെ ഞാൻ ഐഡിയിൽ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാടാ. ചെറിയ ചെറിയ റീൽസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, വേറൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബ്രേക്കിൻ്റെ സൗണ്ട് കേട്ടില്ലേ, അതാണ് എസ്സിയുടെ പവർ. അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ ബൈ.